നമസ്കാരം. GST നിയമത്തിൽ സമഗ്രമായ റേറ്റ് ഡിഫറൻസുകൾ വന്നിരിക്കുകയാണ്. സെപ്റ്റംബർ മാസം 22-ാം തീയതി തുടങ്ങിയാണ് ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഓൾഡ് റേറ്റ് ആണോ ന്യൂ റേറ്റ് ആണോ ഇവിടെ ബാധകമാകുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പരിശോധിക്കുന്നത്. നമ്മൾക്കറിയാം, പ്രധാനമായും 28% റേറ്റ് ഓഫ് ടാക്സും 12% റേറ്റ് ഓഫ് ടാക്സുമാണ് കംപ്ലീറ്റ് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 22-ൽ ഇത് പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച് പുതിയ നോട്ടിഫിക്കേഷൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഓൾഡ് റേറ്റ് ആണോ ന്യൂ റേറ്റ് ആണോ ബാധകമാകുന്നത് എന്ന് ഫിക്സ് ചെയ്യുവാൻ 3 സിറ്റുവേഷൻസ് നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ്. 2, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. 3, ഡേറ്റ് ഓഫ് റെസിറ്റ് ഓഫ് കൺസിഡറേഷൻ. ഈ 3 സിറ്റുവേഷനിൽ 2 ഔട്ട് ഓഫ് 3 ഏത് പീരീഡിലാണോ ബാധകമാകുന്നത് ഇതനുസരിച്ചായിരിക്കും റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, മെഡിസിൻ 12% നികുതിയുള്ള മെഡിസിൻ 22 സെപ്റ്റംബർ 2025 തുടങ്ങി 5% മാറും. എ എന്ന് പറഞ്ഞ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ബി എന്ന് പറഞ്ഞൊരു ഡീലർക്ക് 1,00,000 രൂപയുടെ മെഡിസിൻ സെപ്റ്റംബർ മാസം 20-ാം തീയതി അല്ലെങ്കിൽ സെപ്റ്റംബർ മാസം 10-ാം തീയതി ബില്ല് ചെയ്യുകയാണ്. അപ്പോൾ സെപ്റ്റംബർ മാസം 10-ാം തീയതി ഈ മെഡിസിൻ ബില്ല് ചെയ്യുമ്പോൾ സപ്ലൈയും അന്ന് തന്നെ നടത്തുകയാണ്. പക്ഷെ പൈസ കിട്ടുന്നത് അല്ലെങ്കിൽ ഇതിന്റെ കൺസിഡറേഷൻ കിട്ടുന്നത് 25-ാം തീയതി സെപ്റ്റംബറിലാണ്. ഈ എക്സാമ്പിളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 ഔട്ട് ഓഫ് 3 എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ പരിശോധിക്കാം. സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തിയിരിക്കുന്നത് 10th സെപ്റ്റംബർ, ഡേറ്റ് ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നതും 10th സെപ്റ്റംബർ, എമൗണ്ട് റിയലൈസ് ചെയ്തത് 25 സെപ്റ്റംബർ. ഇപ്പൊ കട്ട് ഓഫ് ഡേറ്റ് ആയ സെപ്റ്റംബർ 22-ാം തീയതിക്ക് മുൻപായി 2 ഔട്ട് ഓഫ് 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഓൾഡ് റേറ്റ് ആയ 12% ഇവിടെ ബാധകം. ഈ രീതിയിൽ വേണം നമ്മൾ GSTയിൽ ഇപ്പോൾ ഓൾഡ് റേറ്റ് ആണോ ന്യൂ റേറ്റ് ആണോ ലെവി ചെയ്യേണ്ട എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത്. ഇതിനു പുറമെ മറ്റേതെങ്കിലും നോട്ടിഫിക്കേഷൻസ് വന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല എങ്കിൽ ഈ പറഞ്ഞ 2 ഔട്ട് ഓഫ് 3 കണ്ടീഷൻസ് പരിശോധിച്ച് പഠിച്ച് വേണം നമ്മൾ അതിൻ്റെ അകത്ത് GST റേറ്റ് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുവാൻ. ടാക്സ് പേയേഴ്സിനും ഡീലർമാർക്കും പ്രാക്ടീഷണർമാർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി വേണം റേറ്റ് ഓഫ് ടാക്സ് നമ്മൾ അപ്ലൈ ചെയ്യുവാൻ. താങ്ക് യു.